السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. وما خلقت الجن والإنس إلا ليعبدون. ഏറെ അഭിവന്യരായ ഈ പ്രദേശത്തെ നാട്ടുകാരെ, കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ആദരണീയരായ നേതാക്കന്മാരെ, ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കളെ, ആദർശ ബന്ധുക്കളെ, അല്ലാഹുവിൻ്റെ മഹനീയമായ അനുഗ്രഹം കൊണ്ട് അവൻ്റെ ദീൻ പ്രഖ്യാപിക്കുന്ന, പ്രബോധനം ചെയ്യുന്ന അല്ലാഹുവിൻ്റെ മലക്കുകൾ പ്രത്യേകം കടന്നു വരുന്ന, ഇത് കേൾക്കുന്ന, ശ്രവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരമാക്കപ്പെട്ടൊരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും വളരെ ഗൗരവത്തോടുകൂടി സമൂഹത്തിനിടയിലേക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആദർശങ്ങൾ കൃത്യവും കണിശവുമായ രൂപത്തിൽ എത്തിച്ചു കൊടുത്ത മഹനീയമായ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭയിൽ നിന്ന് 1924 കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ നിന്ന് തുടങ്ങി ഇന്ന് 100 വർഷം പിന്നിട്ട് ഒരു വലിയ നവോത്ഥാന പ്രസ്ഥാനമായി കേരളത്തിൻ്റെ മണ്ണിൽ സജീവമായ അഹോരാത്രമുള്ള പ്രവർത്തനത്തിലാണ് മുജാഹിദ് പ്രവർത്തകർ. ഓരോ ദിവസവും കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, ജില്ലകളിലായി, മണ്ഡലങ്ങളിലായി, യൂണിറ്റുകളിലായി തൗഹീദി പ്രഭാഷണങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിക്കപ്പെട്ട തൗഹീദിൻ്റെ സുന്ദരമായ ആദർശം കൃത്യമായി സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാം നാൾ മുതൽ
ഇതിൻ്റെ പ്രഥമ ലക്ഷ്യമായി ആ ബോധത്തോടു കൂടിയാണ് ഇതിൻ്റെ നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ മേഖലയിലും, സാമൂഹികമായി, സാംസ്കാരികമായി എല്ലാ മേഖലയിലും മുജാഹിദുകൾ ഇടപെടാത്ത മേഖല എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിൽ ബഹുമാന്യനായ കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാന്യ പണ്ഡിതൻ എം മുഹമ്മദ് മദനി റബ്ബിന്റെ വിളിക്കുത്തരം നൽകി അദ്ദേഹം ചെയ്ത കർമ്മങ്ങൾക്ക് പ്രതിഫലം വാങ്ങാനായി റബ്ബിലേക്ക് യാത്രയായി. ഇസ്ലാമിക ചരിത്രത്തിൽ മുബാഹല എന്ന് പറയപ്പെടുന്ന ഒരു ശ്രദ്ധേയമായ പ്രാർത്ഥന തൻ്റെ കുടുംബത്തെയും തൻ്റെ ജീവിതത്തെയും മുൻനിർത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിച്ച് സത്യത്തിനു വേണ്ടി അടരാടിയ മുബാഹല എന്ന് പറയുന്ന പ്രാർത്ഥന ഇസ്ലാമിക ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നജറാനിൽ നിന്ന് വന്ന ഒരു ക്രൈസ്തവ സംഘത്തോട് പ്രവാചകൻ ഇസ്ലാമിനെ കുറിച്ച് പറയുകയും, എന്നാൽ എത്രയൊക്കെ പറഞ്ഞിട്ടും സത്യം ബോധ്യപ്പെട്ടിട്ടും അവർ അത് സ്വീകരിക്കാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ ക്രൈസ്തവ സംഘത്തെ, ക്രൈസ്തവ നിവേദകന്മാരെ മുബാഹലക്ക് വെല്ലുവിളിക്കുകയുണ്ടായി. ആദ്യം അവർ വെല്ലുവിളി ഏറ്റെടുക്കുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം നിർണയിക്കപ്പെട്ട സമയത്ത്, സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവ തന്റെ കുടുംബത്തെ കൂട്ടി പ്രവാചകൻ ആ പ്രാർത്ഥനാ സദസ്സിനു വേണ്ടി ആ സ്ഥലത്ത് ഒത്തുകൂടിയപ്പോ ക്രൈസ്തവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെ കൃത്യമായി മനസ്സിലാക്കുകയും ആ പ്രവാചകനെങ്ങാനും തങ്ങൾക്കെതിരിൽ പ്രാർത്ഥിച്ചാൽ പൂർണ്ണമായ നാശമാണ് ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് പല ഒടിവുകടിവുകളും പറഞ്ഞ് അവരതിൽ നിന്ന് പിന്നോട്ടടിക്കുകയുണ്ടായി. അഥവാ ആ മുബാഹല അവിടെ നടന്നില്ല എന്നർത്ഥം. അവിടെ നിന്നിങ്ങോട്ട് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ പിന്നീട് മുബാഹല നടക്കുന്നത് 1989 മലപ്പുറം ജില്ലയിലെ കൊടിയത്തൂരിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തെ നിഷേധിച്ച് പ്രവാചകൻ അന്തിമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിമ പ്രവാചകനാണ്, ഖാത്തമുർ റസൂലാണ്. പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നിയോഗിക്കപ്പെട്ട 1.25 ലക്ഷത്തിലും പരം പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് റസൂൽ എന്ന ഷഹാദത്തിന്റെ ഏറ്റവും അർത്ഥഗർഭമുള്ള മൂല്യത്തെ മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകനിലൂടെ കടന്നു വന്ന് ഖാദിയാനി എന്ന് പറയുന്ന വിഭാഗം സമൂഹത്തിൽ തെറ്റിദ്ധാരണ നടത്തിയപ്പോ ഖാദിയാനികളുടെ അന്നത്തെ അമീർ ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളെയും മുബാഹലക്ക് വേണ്ടി വെല്ലുവിളിച്ചപ്പോ കേരളത്തിൽ നിന്ന് ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയായ കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാന്യനായ എം മുഹമ്മദ് മദനി റഹിമഹുല്ലാ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും കടവത്തൂരിന്റെ മണ്ണിൽ അവിടെ കൃത്യമായ രൂപത്തിൽ ആ മുബാഹല നടക്കുകയും ചെയ്തു. ഇന്നും ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേപനം ചെയ്യപ്പെട്ട് കിടക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രവർത്തനവും അവരുടെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിന്റെ കൃത്യമായ രൂപവും രേഖയും ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ബഹുമാന്യനായ പണ്ഡിതൻ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മളിൽ നിന്ന് യാത്രയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ റബ്ബ് വിശാലമാക്കി കൊടുക്കട്ടെ. ഈ രൂപത്തിൽ എല്ലാ മേഖലയിലും സാമൂഹികമായ ഉന്നമനത്തിനു വേണ്ടി തൗഹീദിന്റെ സുന്ദരമായ പ്രഖ്യാപനം ജനങ്ങളിലേക്ക് എത്തിച്ച് ഏതെല്ലാം രൂപത്തിൽ ജനങ്ങളെ പരിവർത്തിപ്പിച്ചെടുക്കാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം പരിവർത്തനത്തിന് വേണ്ടി ശ്രമിച്ച മഹത്തായ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. നമ്മളിങ്ങനെ കൃത്യമായ രൂപത്തിൽ പരിശോധിച്ചാൽ ബഹുമാന്യനായ എ.പി. അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ കേരളത്തിലുള്ള ഓരോ മുസൽമാനും മുജാഹിദാണെന്നാണ്. ഇന്ന് കേരളത്തിലെ ഒരു മുസ്ലിം പുരുഷന്റെ, ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ തലയിൽ മുടി വളരുന്നുണ്ടെങ്കിൽ അതിന് കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനമാണ്. ഒരു കാലഘട്ടത്തിൽ തലയിൽ മുടി വെച്ചാൽ അവൻ കാഫിറാണ് എന്ന് ചാപ്പകുത്തിയിരുന്ന ഒരു കാലഘട്ടം കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ ആ രൂപത്തിൽ നോക്കിക്കാണണമെന്നാണ് വളരെ ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത്. സ്ത്രീ വിദ്യാഭ്യാസത്തെ ശക്തമായ രൂപത്തിൽ എതിർത്തിരുന്ന, സ്ത്രീകൾക്ക് അക്ഷര വിദ്യാഭ്യാസം പഠിക്കൽ ഹറാമാണ് എന്ന് സമ്മേളനങ്ങളിലൂടെ ഫത്വ കൊടുത്തിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അതേ പറയുന്ന ആളുകളെ കൊണ്ട് സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസം പണിയിപ്പിച്ചെടുത്ത നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഒരു പേരുണ്ടെങ്കിൽ
അത് കേരള നദുവത്തുൽ മുജാഹിദീൻ എന്നതു മാത്രമാണ് എന്ന തിരിച്ചറിവ് ഈ നാട്ടിലെ പ്രിയപ്പെട്ട ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്കുണ്ടാവണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആരോടും വിദ്വേഷത്തിനോ വെറുപ്പിനോ ആരെയും കുറ്റം പറയാനോ അല്ല ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കപ്പെട്ട പോലെ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ പിന്തലമുറക്കാരാണ്. അമ്പിയാക്കന്മാർ ഈ സമൂഹത്തിൽ നിറവേറ്റിയ കൃത്യമായ ദൗത്യത്തെ ഏറ്റെടുത്ത് നെഞ്ചിലേറ്റി സമൂഹത്തിൽ വിളിച്ചോതുന്നവരാണ് ഉലമാക്കൾ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ ഇന്നൽ അംബിയാ ലം യുബരിസു ദീനാറൻ വലാ ദിർഹമാ. ഒരിക്കലും അമ്പിയാക്കന്മാർ ഈ സമൂഹത്തിൽ വിട്ടേച്ചു പോയത് ദീനാറുകളോ ദിർഹമുകളോ അല്ല. ഇന്നമാ വറസത്തുൽ ഇൽമ, അവരുടെ അനന്തര സ്വത്ത് എന്ന് പറയുന്നത് ഇൽമാണ്, അറിവാണ്. ഏത് രൂപത്തിലുള്ള അറിവാണ് അതിലേറ്റവും പരമപ്രധാനമായത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ സർവണം പോലെ ആ വിഷയം നമ്മെ പഠിപ്പിക്കുന്നത് കൃത്യമായ രൂപത്തിൽ കാണാം. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യവും ബോധവും വളരെ കൃത്യമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ദശലക്ഷക്കണക്കിന് ജീവികൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന നിസാര വ്യക്തിയെ, നിസാര സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതര ജീവജാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രൂപത്തിൽ സൃഷ്ടിച്ചു. മറ്റു ജീവജാലങ്ങൾക്കൊന്നും നൽകാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ മനുഷ്യന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അല്ലാഹുവിന്റെ പരമപ്രധാനമായ വിശാലമായ പ്രപഞ്ചത്തിൽ ലക്ഷക്കണക്കിന് ഗാലക്സികളിലെ മിൽക്കി വേ എന്നറിയപ്പെടുന്ന ഒരു ഗാലക്സിയിലെ ഒരുപാട് ഭ്രമണപഥങ്ങൾ, അതിൽ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന 8ഓളം ഗ്രഹങ്ങൾ, അതിൽ ഭൂമി എന്നറിയപ്പെടുന്ന ഒരു ഗ്രഹം, ആ ഭൂമിയിൽ തന്നെ 2/3 ഭാഗവും വിശാലമായ സമുദ്രമാണ്. അതിന്റെ ബാക്കി വരുന്ന കരഭാഗത്തെ 7ഓളം വൻകരകളിലെ ഏഷ്യ എന്ന് പറയുന്ന വൻകരയിലെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ, മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ, കാട്ടിലങ്ങാടി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരമപ്രധാനമായ വിശാലമായ സുദീർഘമായ പ്രപഞ്ചത്തിൽ വളരെ നിസാരന്മാരാണ് മനുഷ്യർ. എന്നാൽ ഇതര ജീവജാലങ്ങൾക്കൊന്നും നൽകാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ നിസാരമായ ഇരുകാലിക്ക് അള്ളാഹു നൽകിയതിന്റെ പ്രഥമ ബോധം എന്തിനാണ് ഇത്രയേറെ സൗകര്യങ്ങളോടുകൂടി ഇതര ജീവജാലങ്ങൾക്കൊന്നും നൽകാത്ത വിശേഷ ബുദ്ധി എന്ന വലിയ അനുഗ്രഹം മനുഷ്യന് മാത്രമാണ് അള്ളാഹു നൽകിയത്. മനുഷ്യനേക്കാൾ ശക്തി കൊണ്ടും വലുപ്പം കൊണ്ടും ഉന്നതിയിൽ നിൽക്കുന്ന അനേകം ജീവജാലങ്ങൾ, അവയെല്ലാം മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന രൂപത്തിൽ അള്ളാഹു മനുഷ്യനെ കൃത്യമായ രൂപത്തിൽ വിധാനിച്ചു. അവന് കടിക്കാൻ ഭക്ഷണം തന്നു, ശ്വസിക്കാൻ വായു തന്നു, ഏറ്റവും നല്ല കാലാവസ്ഥയിൽ മനുഷ്യന് പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യശേഷി പടച്ച റബ്ബ് തന്നതിന്റെ റബ്ബ് അനുഗ്രഹങ്ങളെല്ലാം കനിഞ്ഞേകിയതിന്റെ ഉദ്ദേശം പടച്ച റബ്ബ് കൃത്യമായി ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും സൃഷ്ടിച്ചതിന്റെ പ്രഥമ ലക്ഷ്യം സമ്പത്തുണ്ടാക്കാനല്ല, സ്ഥാനമാനങ്ങൾ വാരിക്കൂട്ടാനല്ല, സ്വാധീനം ഉണ്ടാക്കാനല്ല, ജീവിതത്തിൽ ഭൗതികമായ എന്തെങ്കിലും ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും സൃഷ്ടിച്ചതിന്റെ പ്രഥമ ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ആദർശമാണ്, ഈ പണിക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക എന്ന് ഖുർആൻ വളരെ കൃത്യമായ രൂപത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും കൃത്യമായി, കണിശമായി, നിർബന്ധമായി നിർവഹിക്കപ്പെടേണ്ടുന്ന ആരാധനാക്രമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നമസ്കാരം. നമസ്കാരം എന്ന് ആരാധനാക്രമത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇതര കർമ്മങ്ങൾക്കെല്ലാം ഇസ്ലാമിൽ ഇളവുണ്ട്. സമ്പത്ത് ഉണ്ടെങ്കിലേ, നിസാബെത്തിയാലേ ഒരുത്തൻ സക്കാത്ത് നൽകേണ്ടതുള്ളൂ. മുസ്ലിമായി എന്ന പേരിൽ എല്ലാവരും സക്കാത്ത് നൽകേണ്ടതില്ല. സമ്പത്ത് അവന്റെ നിസാബെത്തിയാൽ മാത്രമേ അവൻ സക്കാത്ത് നൽകേണ്ടതുള്ളൂ. സമ്പത്തുള്ളവൻ, യാത്രാ സൗകര്യമുള്ളവൻ, ആരോഗ്യമുള്ളവൻ മാത്രമേ ഹജ്ജ് ചെയ്യേണ്ടതുള്ളൂ. റമദാനിലെ നോമ്പ്, അവന് റമദാനിൽ രോഗമാണെങ്കിൽ പിറ്റത്തെ റമദാൻ വരുമ്പോഴേക്കത് നോറ്റുവീട്ടിയാൽ മതിയാവും. ഈ രൂപത്തിൽ ഇതര ആരാധനാക്രമങ്ങൾക്കെല്ലാം ഇസ്ലാമിൽ ഇളവുണ്ട്. എന്നാൽ നമസ്കാരം എന്ന് പറയുന്ന ആരാധനാക്രമം ബോധമുണ്ടോ, ബുദ്ധിയുണ്ടോ? നമസ്കരിക്കൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ലോകത്തിന്റെ ഏതൊക്കെ കോണിലാണെങ്കിലും 5 വക്ത് നേരത്തെ നമസ്കാരത്തിന് ഒരു ഇളവും പരിശുദ്ധ ഖുർആൻ നൽകിയില്ല. ഇന്ന അവ്വല മാ യുഹാസിബു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമ.
തൗഹീദ് ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനോട് പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ആരാധനാക്രമം നമസ്കാരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അത്രയേറെ പ്രാധാന്യത്തോടു കൂടി ഓരോ മുസൽമാനും 5 വക്ത് നേരത്തെ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന പ്രാരംഭ പ്രാർത്ഥനയിൽ പഠിപ്പിക്കാനായി ചൊല്ലാനായി ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കൃത്യമായി കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 162-ാമത്തെ വാചകത്തിലൂടെ വിശുദ്ധ ഖുർആനിലൂടെയും അല്ലാഹു ആ പ്രാർത്ഥനയിലെ ഒരു വചനം വളരെ ഗൗരവത്തോടു കൂടി ഉമ്മത്തിനെ പഠിപ്പിച്ചു. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ ഇന്ന സ്വലാത്തി, പ്രവാചകരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരവും, വനുസുകി, എന്റെ ബലികർമ്മവും, വമഹ്യായ, എന്റെ ജീവിതവും, വമമാതി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, പൂർണ്ണമായി റബ്ബിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് റബ്ബേ എനിക്കുള്ളത് എന്ന് ആത്മാർത്ഥമായി ഓരോ മുസൽമാനും 5 വക്ത് നേരത്തെ നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയിൽ വളരെ ഗൗരവത്തോടുകൂടി ചൊല്ലണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ വചനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം പൂർണ്ണമായ രൂപത്തിൽ അള്ളാഹുവിൽ വഴിപ്പെട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കൽ മനുഷ്യന്റെ ബാധ്യതയാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ പ്രബോധന ദൗത്യത്തെക്കുറിച്ച് കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു. 1.25 ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ വന്നു. വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ 25 പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാരുടെ എല്ലാം പ്രബോധന വിഷയത്തെക്കുറിച്ച് ഖുർആൻ പഠിപ്പിച്ചു. 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 25-ാമത്തെ വചനം, ഒമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ ഒമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ. അല്ലാഹുവിന്റെ റസൂലേ മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും ഞാൻ അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവർക്ക് ബോധനം നൽകിയിട്ടല്ലാതെ, അവർക്ക് വഹീ നൽകിയിട്ടല്ലാതെ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്ന വഹീ നൽകിയിട്ടല്ലാതെ ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായ രൂപത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ, തീർച്ചയായും ഓരോ സമൂഹത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂതന്മാരെ, അമ്പിയാക്കന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്, മുർസലീങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അനിഅബ്ദുല്ലാഹ വജ്തനിബുത് ത്വാഊത്ത്, അവരുടെ പ്രബോധന വിഷയം, അവരുടെ വഹയിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകത്തുക അനിഅബ്ദുല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. വജ്തനിബുത് ത്വാഊത്ത്, അല്ലാഹുവല്ലാത്ത ശക്തികളെ, അല്ലാഹുവല്ലാത്ത സൃഷ്ടിജാലങ്ങളിൽ അവലംബം പ്രാപിക്കാതെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പ്രഖ്യാപിക്കാനാണ് ലോകത്തെ പ്രവാചകന്മാരെല്ലാം കടന്നു വന്നതെന്ന് ഖുർആൻ ആവർത്തിച്ച് ഒരുപാട് ആയത്തുകളിലൂടെ നമ്മളെ ഉണർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരുടെ പ്രബോധന ദൗത്യത്തെ, പ്രബോധന വിഷയത്തെ നെഞ്ചിലേറ്റൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ചെല്ലാം വിശുദ്ധ ഖുർആനിന്റെ അനേകം വചനങ്ങളിൽ കാണാം. അള്ളാഹു ഏകനാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് ഖുർആനിന്റെ അനേകം വചനങ്ങൾ. ഖുൽ, പ്രവാചകരെ നിങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഒരുവനാണ്, അള്ളാഹു ഏകനാണ്. ആ ഏകനായ ഒരുവനായ സൃഷ്ടാവിനെ മാത്രം നിങ്ങൾ വിളിച്ചാരാധിക്കുക. ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ആരാധ്യൻ അവൻ ഒരുവനാണ്. ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം, അത് റഹ്മാനും റഹീമുമായ പടച്ച റബ്ബല്ലാതെ മറ്റാരുമല്ല. ആ ഏകനായ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ കാണാം അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച്. ഇത് കേവലം വിശുദ്ധ ഖുർആനിൽ മാത്രമല്ല. നമ്മൾ പറഞ്ഞല്ലോ, ഏകദേശം 1.25 ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ഭൂമി ലോകത്ത് കടന്നു വന്നു. ഇന്ന് ഭൂമിയിൽ വേദഗ്രന്ഥങ്ങളാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇതര മതസ്ഥരുടെ വേദഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ചാലും ഈ ഏകദൈവത്വത്തെക്കുറിച്ചുള്ള, ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള കൃത്യമായ അധ്യാപനങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ബൈബിളിലെ ആവർത്തന പുസ്തകം 11-ാം അധ്യായം 11-ാം സൂക്തം, യഹോവ അവൻ ഏകനാകുന്നു, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് ബൈബിൾ പറയണം. നമ്മുടെ നാട്ടിൽ അഖണ്ഡനാമയജ്ഞം എന്ന പേരിൽ അമ്പലങ്ങളിൽ നിന്ന് നമ്മൾ ചില ഗദ്യങ്ങൾ രാവിലെ മുതൽ, അവ്വൽ സുബഹ് മുതൽ, പുലർച്ച മുതൽ വൈകിട്ട് വരെ നമ്മൾ കേൾക്കാറുണ്ട്. ചില പ്രത്യേക ദിവസങ്ങളിൽ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാപാപോ
ശാസ്ത്രേ തുഭ്യം നമോ നമ. ഭൂതാനാഥ സദാനന്ദ, സർവ ഭൂമിയുടെയും സൃഷ്ടാവായ ഭൂതൻ ഭൂതാനാഥ സദാനന്ദ, സർവഭൂതദയാപര, എല്ലാത്തിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ ദൈവം ഭൂതനാഥ സദാനന്ദ, സർവഭൂതദയാപര, രക്ഷ മഹാപാപോ, ശാസ്ത്രേ തുഭ്യം നമോ നമ. ആ ഏകനായ ഒരുവനായ ദൈവത്തിലാണ് മുഴുവൻ രക്ഷയുമെന്ന് ഇതര മതസ്ഥരുടെ വേദഗ്രന്ഥങ്ങളിൽ ശ്ലോകങ്ങളിൽ നമ്മൾ വായിച്ചെടുക്കുകയാണ്. ഇതേ രൂപത്തിൽ ഋഗ്വേദം നതസ്യ പ്രതിമാസി, ദൈവത്തിനു പ്രതിമയില്ല, ഒരു പ്രതിമയില്ലാത്ത, രൂപമില്ലാത്ത, ചിത്രമില്ലാത്ത ആ ദൈവത്തെ ആരാധിക്കൂ എന്ന് ഇതര മതഭേദഗ്രന്ഥങ്ങളടക്കം പഠിപ്പിക്കാൻ. അപ്പൊ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ എല്ലാം പ്രബോധന ദൗത്യമായിരുന്നു എന്ന ആ വിഷയത്തെ കുറിച്ച് പഠിക്കുന്ന കേവലം വിശുദ്ധ ഖുർആനിൽ നിന്ന് മാത്രമല്ല, ഇതര മതഭേദഗ്രന്ഥങ്ങളിൽ നിന്ന് വേദഗ്രന്ഥങ്ങളെ കണ്ണോടിക്കുന്ന ഏതൊരു മനുഷ്യനും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ദൗത്യത്തെ, ആ വിഷയത്തെ വളരെ ഗൗരവത്തോട് കൂടി കാണാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. എന്നാൽ ഇതര സമൂഹങ്ങളിലെല്ലാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളർന്നു വന്ന പോലെ മുസ്ലിം ഉമ്മത്തിനിടയിലും ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ഒരുപാട് അനാചാരങ്ങൾ പല രൂപത്തിൽ, പല കോലത്തിൽ, പല ഭാവത്തിൽ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ പ്രഖ്യാപനങ്ങൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 കൊല്ലം ജീവിച്ചു. 23 കൊല്ലം വഹിയുള്ള പ്രവാചകനായി, നബിയായി റസൂൽ ജീവിച്ചു. പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ഒന്നും പഠിപ്പിക്കാത്ത, പ്രവാചകന്റെ കാലശേഷം വർഷങ്ങളോളം ജീവിച്ച, സ്വഹാബത്തിന് കേട്ടുകേൾവിയില്ലാത്ത, പരിചയമില്ലാത്ത ഒരുപാട് ആദർശങ്ങൾ, ഒരുപാട് വിശ്വാസങ്ങൾ, പരിശുദ്ധ ദീനിന്റെ മേലിൽ കെട്ടിവെക്കുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെ ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാല എന്ന പേരിൽ, മൗലീദ് എന്ന പേരിൽ, ഖുതുബിയ്യത്ത് എന്ന പേരിൽ, റാത്തീബ് എന്ന പേരിൽ വിശുദ്ധ ഖുർആനിനെതിരെ നിൽക്കുന്ന പരിശുദ്ധ ദീനിന്റെ സുന്ദരമായ ആദർശങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരുപാട് ഗദ്യങ്ങൾ, പദ്യങ്ങൾ നമ്മൾ കാണുകയാണ്. നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ട ഉമ്മമാർ ഏറെ പുണ്യത്തോട് കൂടി കാണുന്ന മൊയ്യൊന്നും കൂടാതെ പിണയാതെ സ്വന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. ഈ മാലയും മൗലൂദൊക്കെ തെറ്റുകൂടാതെ കൃത്യമായ ഹറക്കത്തൊക്കെ മനസ്സിലാക്കി, തെറ്റൊന്നുമില്ലാതെ തെജിബീദോടുകൂടി മൊയ്യൊന്നും കൂടാതെ പിണയാതെ സ്വന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. ഈ മാലി മൗലൂദൊക്കെ തെറ്റുകൂടാതെ ചൊല്ലിയാൽ സ്വർഗം പകരമായി ലഭിക്കും എന്നാണ് മാലക്കാർ ഈ വിഷയത്തെക്കുറിച്ച് മാലയുടെ ശ്രേഷ്ഠതയായി പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആന് പോലും ഈ പ്രത്യേകതയല്ല. പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി പറഞ്ഞു, അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ അത് കേവലം ഒരു ഹറഫല്ല. അലിഫുൻ ഹറഫുൻ വലാമുൻ ഹറഫുൻ വമീമുൻ ഹറഫുൻ. ഓരോന്നും ഓരോ ഹറഫാണ്, ഓരോന്നിനും 10 വീതം പുണ്യമുണ്ട് എന്ന് റസൂൽ പഠിപ്പിച്ചു. ഇത് ഖുർആന്റെ പ്രത്യേകതയായി റസൂൽ പറഞ്ഞതാ. എന്നാൽ ഖുർആൻ തെറ്റുകൂടാതെ നിങ്ങൾ ഓതിയാൽ, മൊയ്യൊന്നും കൂടാതെ പിണയാതെ ചൊന്നോർക്ക്, ഖുർആൻ മൊയ്യൊന്നും കൂടാതെ പിണയാതെ ചൊന്നാൽ അഥവാ ഓതിയാൽ സ്വർഗം തരാമെന്ന് അള്ളാഹു റസൂലോ പറഞ്ഞിട്ടില്ല. പക്ഷെ മാലക്കാർ പറയുന്നു, നമ്മുടെ നാട്ടിൽ കാണുന്ന മാലക്കിതാബുകൾ തെറ്റുകൂടാതെ ചൊല്ലിയാൽ സ്വർഗം പകരമായി ലഭിക്കുന്ന. ഇനി ഈ മാലപ്പാട്ടിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ നമ്മുടെ നാട്ടിൽ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന ഒരു മാല, വളരെ മഷ്ഹൂറായ മാല. മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ കാലൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് ബഗ്ദാദിൽ മരണപ്പെട്ടു പോയ മഹാനായ പണ്ഡിതനാണ് മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്. ദീൻ കൃത്യമായി പറഞ്ഞ, തൗഹീദ് പറഞ്ഞ മഹാനായ പണ്ഡിതനാണ്. ശക്തമായ രൂപത്തിൽ ദീൻ പറഞ്ഞത് കൊണ്ടാണ് മുഹീദ്ദീൻ, ദീനിനെ പുനരുജ്ജീവിച്ചവൻ എന്ന അർത്ഥം വരുന്ന വാക്ക് അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന പണ്ഡിതന് മുഹീദ്ദീൻ എന്ന പേര് ആ രൂപത്തിലാണ് ലഭിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിക്കുന്ന മാല കിതാബിൽ കാണാം, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽബകാമെന്നോവർ. ഒരു കുപ്പിയുടെ ഉള്ളിൽ ഒരു വസ്തു ഇട്ടു വെച്ചാൽ അതിനെ എങ്ങനെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമോ, ആ രൂപത്തിൽ മനുഷ്യന്റെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മന്ത്രങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അറിയും, അത് കാണുമെന്ന് മാലക്കാരൻ പറയാൻ, മാലക്കിതാബ് പറയാൻ. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബിമാ ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ മന്ത്രിക്കുന്ന മന്ത്രങ്ങളെല്ലാം അറിയുന്നവൻ അത് അല്ലാഹു മാത്രമാണ്, അല്ലാഹു മാത്രമാണ്, അത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ന്
കൃത്യമായ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതേ രൂപത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അനേകം വചനങ്ങളിലൂടെ മറഞ്ഞതറിയുന്നവൻ, ഗൈബ് അറിയുന്നവൻ, ഭാവി അറിയുന്നവൻ അല്ലാഹു മാത്രമാണെന്ന് കൃത്യമായി ഖുർആനിന്റെ അനേകം ഭാഗങ്ങളിലൂടെ കാണാം. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. ഭാവി അറിയുന്നവൻ, ഗൈബ് അറിയുന്നവൻ അത് അല്ലാഹ് മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. ഭാവി എന്താണ് എന്ന് മുൻകൂട്ടി അറിയാനുള്ള കഴിവ് ഒരു മനുഷ്യനുമില്ല, ഒരു ഇരുകാലിക്കുമില്ല എന്ന് അല്ലാഹു വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിയെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഖുർആൻ പറയാ ഭാവി അറിയാൻ കഴിവ് മനുഷ്യന്മാർക്കില്ല. മാല കിതാബിൽ പറയാ അല്ല, ശൈഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങളുടെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ പറയും. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നത് പോലും മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അറിയും, അത് വിശദീകരിക്കുമെന്ന് പറയുമ്പോ മുസ്ലിം ഉമ്മത്തെ ഖുർആനിൽ വിശ്വസിക്കുന്ന, പ്രവാചകന്റെ സുന്നത്തിൽ വിശ്വസിക്കുന്ന, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് നെഞ്ചിലേറ്റിയ മുസ്ലിമേ, വിശുദ്ധ ഖുർആൻ സ്വീകരിക്കണോ? ആ വിശുദ്ധ ഖുർആനിന് നേരെ വിപരീതം നിൽക്കുന്ന ഈ മാലപ്പാട്ട് സ്വീകരിക്കണോ എന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കാനാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്തരം സംസാരം, ഇത്തരം തൗഹീദി പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരമാണ്. ഇത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് എന്നാണ്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുഹമ്മദ് നബി. പ്രവാചകന്മാരുടെ നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുൻപുള്ളതും വരാനുള്ളതുമായ സകല തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സർട്ടിഫിക്കറ്റ് നൽകിയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായി. ഭാവി റസൂലുള്ളാഹിക്ക് അറിയുമായിരുന്നെങ്കിൽ പ്രവാചകന് ഒരു പ്രയാസം ഉണ്ടാകൂലല്ലോ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ സങ്കടപ്പെട്ട പോലെ ജീവിതത്തിന്റെ മറ്റൊരു സന്ദർഭത്തിലും അല്ലാഹുവിന്റെ റസൂൽ സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രവാചകന്റെ കൂടെ ചെറുപ്പത്തിലെ കൂടിയ ഹാദിമായി കൂടിയ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ. ഈ സംഭവം വിശദീകരിക്കുന്നത് ബിർ മഊന എന്നറിയപ്പെടുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയാൽ, ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് രണ്ട് ശത്രുഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകൾ, ദഖ്വാൻ എന്ന് പറയുന്ന രണ്ട് ശത്രുഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകൾ വേഷം മാറി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ നാട്ടിൽ ഖുർആൻ പഠിപ്പിക്കാൻ കുറച്ച് ആൾക്കാരെ വേണം, ഖുർആൻ ക്ലാസ് എടുക്കാൻ കുറച്ച് ആളുകളെ വേണമെന്ന് ആത്മാർത്ഥമായി ശത്രുക്കളാണ് വേഷം മാറി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷിച്ചു, ആഹ്ലാദിച്ചു. ദീൻ പഠിക്കാൻ ആവേശത്തോടുകൂടി ആളുകൾ വരികയാണ് എന്ന് റസൂൽ മനസ്സിലാക്കി. വന്നത് ശത്രുക്കളാണെന്ന് തിരിച്ചറിയാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിഞ്ഞില്ല. ആ ശത്രുക്കളുടെ മനസ്സിൽ എന്താണ് മന്ത്രിക്കുന്നത് എന്നറിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായില്ല. മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് പറഞ്ഞത്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞാൻ നിങ്ങളുടെ കൽബകമെന്ന് പറഞ്ഞ മനുഷ്യന്റെ മനസ്സ് വായിക്കാനുള്ള കഴിവ് മുഹീദ്ദീൻ ശൈഖിനുണ്ടെന്ന. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന് വന്നത് ശത്രുക്കളാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ 70 ഹാഫിളീങ്ങളായ സ്വഹാബിമാരെ അവരുടെ കൂടെ അയച്ചു. നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കിയ 70 സ്വഹാബിമാരെ അവരുടെ കൂടെ പറഞ്ഞയക്കാൻ. എന്നാൽ യാത്രാമധ്യേ ശത്രുക്കൾ തങ്ങളുടെ തനി സ്വഭാവം കാണിച്ചു. 70 സ്വഹാബിമാരെയും കടുത്തറുത്ത് ദാരുണമായി കൊലപ്പെടുത്തി ഒരൊറ്റ കിണറിലിട്ട് മൂടി, ഒരു കിണറിലിട്ട് മൂടിക്കളഞ്ഞു. റസൂലുള്ളാഹി ഇതറിയുന്നത് 3 ദിവസത്തിന് ശേഷമാണ്. ഈ സ്വഹാബത്ത് മരണപ്പെട്ടപ്പോഴും റസൂൽ അറിഞ്ഞില്ല. പിന്നീട് അറിയുന്നത് ജിബ്രീൽ വഹിയുമായി വരുമ്പോഴാണ്. ഈ വാർത്ത അറിഞ്ഞതോടുകൂടി പ്രവാചകൻ പ്രയാസപ്പെട്ടു. പ്രവാചകൻ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടിലായി, ശാരീരികമായി മാനസികമായി പ്രവാചകൻ ഒരുപാട് സങ്കടമുണ്ടായി. ആ സമയത്താണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ സന്ദർഭത്തിൽ ബിർ മഊനയുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സങ്കടപ്പെട്ട പോലെ ജീവിതത്തിന്റെ മറ്റൊരു സന്ദർഭത്തിലും പ്രവാചകൻ സങ്കടപ്പെട്ടിട്ടില്ല. പ്രവാചകൻ ആ നിറഞ്ഞു തുളുമ്പുന്ന മനസ്സുമായി കണ്ണുമായി അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി 5 വക്ത് നേരത്തെ നമസ്കാരത്തിലും വളരെ ശക്തമായി ഈ ശത്രുഗോത്രങ്ങൾക്കെതിരിൽ റസൂൽ പ്രാർത്ഥിച്ചു. 70 ഹാഫിളീങ്ങളായ സ്വഹാബിമാരാണ് മരണപ്പെട്ടു പോയത്. അല്ലാഹുവിന്റെ റസൂലിന് ഭാവി അറിയുമായിരുന്നെങ്കിൽ, ഗൈബ് അറിയുമായിരുന്നെങ്കിൽ, വരാനിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് മുഴുവനും റസൂലുള്ളാഹിക്ക് ബോധ്യമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ കൊലക്ക് കൊടുക്കുമോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതേയുള്ളൂ. എവിടെയാണ് ഖുർആൻ പറഞ്ഞത് ഭാവി അറിയാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഇതേ രൂപത്തിൽ
ചരിത്രത്തിലേറെ ശ്രദ്ധേയമായ മറ്റൊരു സംഭവം കാണാം. മഹതിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, പ്രവാചകനും ആയിഷ ബിബിയും അതുപോലെ തന്നെ സ്വഹാബത്തെല്ലാം കൂടെ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്. യാത്ര മധ്യയാണ്. ആ സന്ദർഭത്തിൽ തങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലത്ത് വഴിയിൽ അവർ തമ്പടിക്കുകയും അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ശരിയാക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ തങ്ങളുടെ മാല നഷ്ടപ്പെട്ട വിവരം, തൻ്റെ സ്വന്തം മാല നഷ്ടപ്പെട്ട കാര്യം ആയിഷ ബീവി അപ്പോഴാണ് അറിയുന്നത്. ബീവി, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ബീവി. നമ്മുടെ നാട്ടിൽ മാല പോയാൽ ബീവിന്റെ അടുക്കലേക്കാണ് പോവുക. റസൂലുള്ളാഹിന്റെ ഭാര്യ ആയിഷ ബീവി തൻ്റെ സ്വന്തം മാല നഷ്ടപ്പെട്ടത് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ആയിഷ ബീവി മാല തെരഞ്ഞു പോയി. എന്നാൽ ആയിഷ ബീവി ആ സംഘത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്, മാല തെരഞ്ഞ് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ആ സംഘത്തിന്റെ തലവനായ മുസ്ലിമീങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞില്ല. ആയിഷ ബീവി ഈ സംഘത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല. അവർ യാത്ര തിരിച്ചു. ആയിഷ ബീവി പറയാണ്, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ തടി കുറഞ്ഞ മെലിഞ്ഞൊരു സ്ത്രീയായിരുന്നു. ഒട്ടകക്കട്ടിലിൽ ആയിരുന്നു ഞാൻ യാത്ര ചെയ്തിരുന്നത്. സ്വഹാബത്ത് ഒട്ടകക്കട്ടിലെടുത്ത് അവർ യാത്ര തിരിച്ചപ്പോ അതിന്റെ ഉള്ളിൽ ആയിഷ ബീവി ഉണ്ടെന്നറിയാൻ അത് പൊക്കിയ സ്വഹാബത്തിന് പോലും കഴിഞ്ഞില്ല. ബീവിയുണ്ട്, ആ സംഘത്തിൽ നിന്ന് ബീവി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നറിയാൻ ആ സംഘത്തിന്റെ നേതാവിനോ അതിന്റെ അനുയായികൾക്കോ കഴിഞ്ഞില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുമായി ബന്ധപ്പെട്ട ആയിഷ ബീവി വിശദീകരിക്കുകയാണ്. നമ്മൾ മാല നഷ്ടപ്പെട്ടാൽ പോകുന്നത് ബീവിയുടെ അടുക്കലേക്കാണ്. അതുപോലെ തന്നെ അമ്പിയാക്കന്മാരോട് തങ്ങളുടെ ആപലാദികൾ പറയാൻ, നഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആത്മാർത്ഥമായി ചൊല്ലുകയാണ്. ഈ രൂപത്തിൽ അനേകം ചരിത്ര താളുകൾ, ഇസ്ലാമിക ചരിത്ര താളുകളിൽ നിന്ന് ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കൃത്യമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു വിവാഹ വേളയിൽ, ഒരു വിവാഹ സദസ്സിലേക്ക് കയറി വരുമ്പോ പ്രിയപ്പെട്ട പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ അവിടുന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ശക്തമായ രൂപത്തിൽ, മനോഹരമായ രൂപത്തിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ സഭയിലേക്ക് കയറിയപ്പോ ആ പെൺകുട്ടികൾ ചെറുതായിട്ടൊന്ന് വരി മാറ്റി. ആ പെൺകുട്ടികൾ പാടാൻ വേണ്ടി തുടങ്ങി. വരാനിരിക്കുന്നത് അറിയുന്ന, ഭാവി അറിയുന്ന, നാളെ എന്താണെന്ന് അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലുണ്ടല്ലോ എന്ന് പ്രവാചകനെ പുകഴ്ത്തി പെൺകുട്ടികൾ പാട്ട് പാടാൻ വേണ്ടി തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ ഇത് കേട്ടപ്പോൾ എന്താ പറഞ്ഞ്, നിങ്ങൾ പാടിക്കോളി, എനിക്കെല്ലാം അറിയാം എന്നാണോ? അല്ലല്ലോ. ഹദീസിൽ കൃത്യമായി കാണാം, റസൂൽ തിരുത്തി, നിങ്ങൾ ഇങ്ങനെ പാടരുത്, ഇത് പാടരുത്, അത് അള്ളാന്റെ മാത്രം പ്രത്യേകതയാണെന്ന് ഇത് വിശദീകരിച്ച ഹദീസ് വിശദീകരിച്ച മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ചു. കൃത്യമായി ഇതേ പദം, ഭാവി എന്താണ് എന്നറിയാനുള്ള കഴിവ് മനുഷ്യന്മാർക്കില്ല. അതേ പദമാണ് പെൺകുട്ടികൾ ഇവിടെ ഉപയോഗിച്ചത്. റസൂൽ ശക്തമായ രൂപത്തിൽ അതിൽ ഇടപെട്ടു. അത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ആദർശ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഇത്തരം മാലകൾ, മൗലീദുകൾ ഇനിയും കൊണ്ടു നടക്കണോ എന്ന് വളരെ ആത്മാർത്ഥമായി ചിന്തിക്കാൻ ഈ നാട്ടിലുള്ളവരോട് ഉണർത്തുകയാണ്. ഇതേ രൂപത്തിൽ പുണ്യം പ്രതീക്ഷിച്ച് വിശുദ്ധ ഖുർആനിന്റെ കൂടെ ചേർത്ത് വെക്കുന്ന മങ്കൂസ് മൗലിദ്, ഇർതകബ്തു വലൽ ഖതാ ഗൈറ അസ്രിൻ വഅദദ് ലക അശ്കു ഫിഹി യാ സയ്യിദി ഖൈറൻ നബി, കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടെ ന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റസൂലേ, പ്രവാചകരെ നിങ്ങൾ ഞങ്ങൾക്കത് പുറത്തു തരണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ മാലയിലൂടെ ഏറ്റുപറയുകയാണ്. ഇതേ രൂപത്തിൽ ശറഫുൽ അനാ മൗലിദിൽ കാണാം, അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീറു ഫിക ഖദ് അഹ്സൻതു വന്നി യാ ബശീറു യാ നദീറു. അബ്ദുകൽ മിസ്കീനു യർജു, പ്രവാചകരെ, മുഹമ്മദ് നബിയെ, സാധുവായ അടിമയായ ഞങ്ങളിതാ പ്രവാചകരെ താങ്കളെ വിളിക്കുന്നു. ഫളകൽ ജമ്മൽ ഗഫീറു, പൂർണ്ണമായ ഔദാര്യത്തോടുകൂടി പ്രവാചകരെ നിങ്ങളെ ഞങ്ങൾ വിളിക്കുകയാണ്. ഫിക ഖദ് അഹ്സൻതു വന്നി,
അള്ളാഹുവിന്റെ റസൂലെ താങ്കളെ കുറിച്ച് ഏറ്റവും നല്ല ബോധ്യവുമാണ് ഞങ്ങൾക്കുള്ളത്, നല്ല ധാരണയാണ് റസൂലെ ഞങ്ങൾക്കുള്ളത്. യാ ബശീറു യാ നദീറു, ബശീറായ നദീറായ നബിയെ, അതുകൊണ്ട് തന്നെ ഫഅഗിസ്നി വഅജ്ർനി യാ ഗിയാസി യാ മലാദി, ഫഅഗിസ്നി വഅജ്ർനി, എന്നെ സഹായിക്കണേ, എന്നെ കാക്കണേ പ്രവാചകരെ. യാ ഗിയാസി യാ മലാദി, എന്റെ അവലംബമായ സഹായമായ മുഹമ്മദ് നബി തങ്ങളെ, പ്രവാചകരെ, എന്റെ ആബലാദികൾ ബേബലാദികൾ താങ്കൾ കേൾക്കണേ, ഉത്തരം നൽകണേ എന്ന് മാലപ്പാട്ടിലൂടെ പറയാണ്. പാപങ്ങൾ റസൂലുള്ളയോട് ഏറ്റുപറയുകയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു, വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്നു, വമൻ യഗ്ഫിറ ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ പാപം പൊറുക്കുന്നവൻ ആരാണടാ ഉള്ളത്? അല്ലാഹു അല്ലാതെ പാപം പൊറുക്കുമെന്ന് ആര് പാപം പൊറുക്കുമെന്നാണ് നീ പറയുന്നത് എന്ന് ഖുർആൻ ചോദിക്കുക. അല്ലാതെ പാപം പൊറുക്കൂല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പഠിപ്പിക്കുക. മാലക്കാരൻ പറയാ അല്ല, അല്ലാഹ് മാത്രമല്ല റസൂലുള്ളാഹിയും പാപം പൊറുക്കും. വിശ്വാസികളെ ഏത് സ്വീകരിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, പ്രവാചകരെ നിങ്ങൾ പറയുക, സ്വന്തം ആത്മാക്കളോട് ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നുപോയ എന്റെ അടിയാന്മാരോട് പ്രവാചകരെ നിങ്ങൾ പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, പടച്ച റബ്ബിന്റെ റഹ്മാനും റഹീമുമായ റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാവേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവനാണ് പടച്ച റബ്ബ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ തന്നെയാണ് വളരെയേറെ അധികം പൊറുക്കുന്നവൻ, അങ്ങേയറ്റം സഹനവും ക്ഷമയും വിശാലതയുമുള്ളവൻ പടച്ച റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങളെല്ലാം അവനോട് പറയുക, റബ്ബ് പുറത്തു തരുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇനി റസൂലുള്ളാഹിയുടെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്താപിച്ചു മടങ്ങുക, വസ്തഗ്ഫിറൂഹ്, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം നടത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഹ്വാനം നടത്തുകയാണ്. എന്നിട്ട് പ്രവാചകൻ തന്റെ ജീവിതത്തെ കുറിച്ച് വീണ്ടും വിശദീകരിക്കുന്നു, ഫഇന്നീ അതൂബു ഇലല്ലാഹ്, നിങ്ങൾ പാപമോചനം നടത്തിയ മാത്രം പോരാ, ഞാനും അതിന്റെ കൂടെ റബ്ബിനോട് പാപമോചനം നടത്താറുണ്ട്. വസ്തഗ്ഫിറുഹു ഫീ കുല്ലി യൗമിൻ മിഅത മറത്തിൻ, ഒരു ദിവസം ഞാൻ 100ഓളം തവണ 70ഓളം തവണ അല്ലാഹുവിലേക്ക് 100ഓളം തവണ, 100ഓളം തവണ അല്ലെങ്കിൽ 100ലധികം ഞാൻ അല്ലാഹുവിനോട് ഓരോ ദിവസവും പാപമോചനം നടത്താറുണ്ടെന്ന് റസൂൽ പറയാണ്. അപ്പൊ ഖുർആൻ പറഞ്ഞു പാപം പൊറുക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചു, നിങ്ങൾ പാപം പൊറുക്കാൻ തേടേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയേണ്ടത് അല്ലാഹുവിനോടാണ്. റസൂലായ ഞാൻ, മുഹമ്മദ് നബിയായ ഞാൻ, എന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം എന്റെ പ്രയാസങ്ങളെല്ലാം ഞാൻ ഏറ്റുപറയുന്നത് അല്ലാഹുവിനോടാണ്. ഖുർആനും സുന്നത്തും കൃത്യമായി പഠിപ്പിക്കുക, അല്ലാഹ് മാത്രമേ പാപം പൊറുക്കുള്ളൂ. എന്നാൽ മാലക്കാരൻ പറയുന്നു, മങ്കൂസ് മൗലുദിന്റെ രചയിതാവ് പറയുന്നു, ശറഫുലന മൗലുദിന്റെ രചയിതാവ് പറയുന്നു, അല്ലാഹു മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലും പാപം പൊറുക്കും. പ്രിയമുള്ളവരെ, വിശ്വാസികളെ, ചിന്തിക്കാൻ, പഠിക്കാൻ, ആലോചിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഇതേ രൂപത്തിൽ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ മടവൂരിൽ മൺമറഞ്ഞു പോയ ഒരു മനുഷ്യനെ കുറിച്ച് എഴുതി വെക്കപ്പെട്ട പദ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. കാക്കണം ഞങ്ങളുടെ ശൈഖോരേ, നോക്കണം ഞങ്ങളുടെ മടവൂരേ, ഉങ്കള തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ലൻ പൂങ്കവരേ. കാക്കണം ഞങ്ങളുടെ ശൈഖോരേ, നോക്കണം ഞങ്ങളുടെ മടവൂരേ. മടവൂര് ശൈഖ് ഞങ്ങളിലേക്ക് നോക്കണം എന്നാ. വർഷങ്ങൾക്കും മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ വിളിച്ച് തേടുകയാണ്, ഞങ്ങളൊന്ന് നോക്കണം, ഞങ്ങളെ ഒന്ന് പരിഗണിക്കണമെന്ന് CM മടവൂരിനെ വിളിച്ച് ആബലാതി പറയാൻ, ബേബലാദികൾ പറയുകയാണ്. നമ്മളെപ്പോലെ ജീവിച്ച, ഇരുകാലിയായി ജീവിച്ച ഒരു മനുഷ്യൻ, അവസാന കാലഘട്ടത്തിൽ ബുദ്ധിക്ക് സാരമായി ബാധിച്ച് പല രൂപത്തിൽ ജീവിതം പോയൊരു മനുഷ്യൻ, പല കോലത്തിൽ ജീവിച്ച ഒരാൾ, വർഷങ്ങളോളം വീടിന്റെ തട്ടുംപുറത്ത് താമസിച്ച്
ഒരു വക്തിന് പോലും ജമാഅത്തായി പള്ളിയിലേക്ക് പോകാതെ, ജുമാക്ക് പോലും പള്ളിയിൽ പോകാതെ വീടിന്റെ തട്ടുംപുറത്ത് വർഷങ്ങളോളം ജീവിച്ചൊരു മനുഷ്യൻ, നോമ്പ് നോറ്റാളുകളെ കൊണ്ട് നോമ്പ് മുറിപ്പിച്ചൊരു മനുഷ്യൻ, താടി ക്ലീൻ ഷേവ് ചെയ്ത ഒരു മനുഷ്യൻ, സ്വർണം ധരിച്ച ഒരാൾ, ഈ ഒരാളെ ഔലിയ ആയി അള്ളാഹുവിന്റെ പ്രത്യേക അടിമകളിൽപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേക സഹായം ലഭിക്കുന്ന വലിയ ശ്രേഷ്ഠ പുരുഷനായി അവതരിപ്പിക്കാൻ. സാധാരണ സി എം മടവൂരിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കഥയാണ് ഓർമ്മ വരാറുള്ളത്. ബഹുമാന്യ പണ്ഡിതൻ, എൻ്റെ അധ്യാപകൻ, ബഹുമാന്യനായ ഹുസൈൻ ഫൈസി പന്നിപ്പാറ, അദ്ദേഹം സമസ്തയിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ഫൈലി ബിരുദമെടുത്ത് അഥവാ ഫൈലാബാദിൽ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ പഠനം നടത്തുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടെ സി എം മടവൂരിനെ കാണാൻ പോയി. മടവൂരിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ സി എമ്മിനെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ മടവൂരിൽ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ആളുകൾ സി എം മടവൂരിനെ കണ്ട് ആപലാദികൾ ബോധിപ്പിക്കാൻ വേണ്ടി വരി നിൽക്കുകയാണ്. അങ്ങനെ അവരും വരിയിൽ കയറി നിന്നു. ഒരുപാട് നേരം കാത്തുനിന്ന് ഇവരെ ഊഴമായി. വീടിന്റെ തട്ടുംപുറത്താണ് സി എം ഉള്ളത്. ഓരോരുത്തരും അവരുടെ ഊഴമനുസരിച്ച് തട്ടുംപുറത്ത് കയറി ആപലാദികൾ പറയാൻ. അങ്ങനെ ഇവർ രണ്ടാളും കൂടെ, സഹപാഠിയും ഹുസൈൻ ഫൈസി പന്നിപ്പാറയും കൂടെ തട്ടുംപുറത്ത് കയറിയപ്പോൾ കൂടെ ഒരു കർഷകനും കൂടെ ഇവരുടെ കൂടെ കയറിന. അങ്ങനെ തട്ടുംപുറത്തെത്തി വാതിലിന്റെ പുറത്ത് അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ. ആ സമയത്ത് ഫൈസി കൂടെ വന്ന ആ കർഷകനോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ തോളിൽ ഒരു തോർത്തുമുണ്ടുണ്ട്, കണ്ടാൽ ഒരു കർഷകനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതാണല്ലോ, നിങ്ങളുടെ പ്രയാസം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പറമ്പിൽ തോട്ടത്തിൽ തെങ്ങിന്റെ തൂമ്പ് ചെള്ള് തിന്നുന്നുണ്ട്, ചെള്ളിനെ കൊണ്ട് വല്ലാത്ത ശല്യമാണ്, വണ്ടിയും വലിയ അടങ്ങേറുവാണ്. അതുകൊണ്ട് തന്നെ ആ ചെള്ളിന്റെ ശല്യത്തിൽ നിന്ന് ഒരു രക്ഷ വേണം, ഒരു സമാധാനം വേണം, അതിനൊരു പരിഹാരം വേണം, അത് പറയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ സി എമ്മിൻ്റെ അനുവാദം ലഭിച്ചു. ഇവർ മൂന്നാളും കൂടെ സി എമ്മിൻ്റെ റൂമിൽ കയറിയപ്പോൾ ഇവർ കാണുന്ന കാഴ്ച, സി എം മടവൂര് കട്ടിലിൽ അങ്ങനെ മലന്ന് കിടക്കുകയാണ്. കട്ടിലിന് ചുറ്റും കൊതുക് വല കെട്ടിയിട്ടുണ്ട്. സി എം കിടക്കുന്ന കട്ടിലിന് ചുറ്റും കൊതുക് വല കെട്ടിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഇവർ മൂന്നാളും കൂടെ മിഴിച്ചിങ്ങനെ നോക്കി നിന്നു. ഈ വന്ന മനുഷ്യന്റെ കയ്യും പിടിച്ച് ഫൈസി പുറത്തേക്ക് ഇറങ്ങിയിട്ട് മൂപ്പരോട് പറഞ്ഞു പോലും, സ്വന്തം ശരീരത്തിൽ നിന്ന് കൊതുക് ഒരു തുള്ളി രക്തം കുത്തിയെടുത്താൽ അതിനെ തടയാൻ കഴിയാതെ കൊതുക് വല കെട്ടി തൻ്റെ സ്വന്തം ശരീരത്തെ കാക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളെ പറമ്പിലെ തെങ്ങിന്റെ തൂമ്പ് തിന്നുന്ന ചെള്ളിനെ തുരത്താൻ കഴിയും എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹം മാറി ചിന്തിച്ചു. നമ്മളെപ്പോലെ ഇരുകാലിയായ, ഒരു രോഗം വന്നാൽ, പ്രയാസം വന്നാൽ തടുത്തു നിർത്താൻ കഴിയാത്ത കേവലം ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കറാമത്ത് കഥകൾ പറഞ്ഞ് ഇന്ന് നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അത് വിശാലമായി പോയി. ലോകം നിയന്ത്രിക്കുന്നത് അണ്ടകടാഹം മുഴുവൻ നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കറാമത്ത് കഥകൾ വഴിമാറിപ്പോയി. ആ രൂപത്തിൽ വിശദീകരിക്കാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് ലേറ്റസ്റ്റ് ആയി 2 ദിവസം മുമ്പ് ഒരു മുസ്ലിയാർ പറഞ്ഞത്, സി എം മക്കാമിന് തൊട്ട് മുമ്പിലുള്ള ഒരു കുളം അത് തൂർക്കരുതെന്ന്, മൂടിക്കളയരുതെന്ന് സി എമ്മിന്റെ പ്രത്യേക വസീയത്തുണ്ട്. കാരണം എല്ലാ വ്യാഴാഴ്ചയും സി എം ഇപ്പോഴും ആ കുളത്തിൽ വന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും കണ്ടതായി രേഖപ്പെടുത്തുകയാണ്. എന്നാൽ സി എം മടവൂർ മരണപ്പെട്ടപ്പോൾ മയ്യത്ത് കുളിപ്പിച്ചത് ആ നാട്ടുകാരൻ തന്നെയാണ്. സ്വന്തമായി ഒന്ന് എഴുന്നേറ്റ് പോയി ആ കുളത്തിലൊന്ന് മുങ്ങി ആർക്കും പ്രയാസമില്ലാതെ ആ ഖബറിലൊന്ന് പോയി കിടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല, ഈ രൂപത്തിൽ നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ വെള്ളം കുടിച്ച് ഭക്ഷണം തിന്ന് ജീവിച്ചൊരു മനുഷ്യൻ, അദ്ദേഹം ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ പവർ ഉയർന്നു എന്ന് പറയുന്ന പുരോഹിതന്മാർ, അദ്ദേഹത്തെ കാക്കണം, നോക്കണം, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം വീട്ടിത്തരണമെന്ന്, ദൂരീകരിച്ചു തരണമെന്ന് അദ്ദേഹത്തെ വിളിച്ചാപലാതി പറയുന്ന ആളുകൾ. എന്നാൽ പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് കൃത്യമായി പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ്, പടച്ച റബ്ബ് മനുഷ്യരോട് പറയാണ്, ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി,
എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ, എന്നെ വിളിക്കുന്ന വിഷയത്തിൽ, പ്രയാസങ്ങളുടെ പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ എന്നെ വിളിക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും അഹംഭാവം കാണിച്ചാൽ, അത് CM മടവൂരിനെ വിളിച്ചാൽ, റസൂലിനെ വിളിച്ചാൽ, മുനമ്പത്ത് ബീബിയെ വിളിച്ചാൽ, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ, റിഫായി ശൈഖിനെ വിളിച്ചാൽ, എന്നോട് പ്രാർത്ഥിക്കുന്ന ആവലാതി പറയുന്ന വിഷയത്തിൽ ആരെങ്കിലും അഹംഭാവം കാണിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, നാളെ പരലോകത്ത് നരകത്തിലേക്ക് അത്തരം ആളുകളെ ആട്ടിയോടിക്കുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏത് ആദർശത്തിന്റെ കൂടെ നിൽക്കണമെന്ന് ഈ ശബ്ദം കേൾക്കുന്നവരെ ചിന്തിക്കാൻ, ആലോചിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ ചുരുങ്ങിയ ചിന്തക്ക്, നമ്മുടെ ചുരുങ്ങിയ കോമൺ സെൻസിന്, ചുരുങ്ങിയ അന്തമുള്ള ഒരു മനുഷ്യന് ചിന്തിക്കാവുന്ന ഒരു വിഷയമാണ്. ആരാണ് ഒരു മദ്രസയിൽ പഠിക്കുന്ന 1ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടിയോട് ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അവൻ പറയും അല്ലാഹുവാണ്. ഈ നദികളെ, പുഴകളെ കൃത്യമായ രൂപത്തിൽ വിധാനിച്ചൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ബാലൻ, പിഞ്ചു പൈതൽ പറയും അല്ലാഹുവാണ് എന്നവന് പറയും. എന്നാൽ മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ യാ ഖുതുബ അഹ്ലിസ് സമാ വൽ അർളി ഔഫഹുമാ യാ ഫൈല ഐനൈ വുജൂദൈഹിം വഐതഹുമാ യാ ഖുതുബ അഹ്ലിസ് സമാ, ആകാശത്തിന്റെ പ്രധാനിയായ ശൈഖേ, ആകാശത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശൈഖ്, വൽ അർളി ഔഫഹുമാ, അതുപോലെ തന്നെ ഭൂമിയുടെ പ്രധാനിയായ ശൈഖ്, ആകാശത്തെയും ഭൂമിയെയും നിയന്ത്രിക്കുന്ന ശൈഖ്, യഫൈല ഐനൈ വുജൂദൈഹിം വഐതഹുമാ, ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്ന ശൈഖ്. വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് ആകാശവും ഭൂമിയൊക്കെ നിയന്ത്രിച്ച് മഴ പെയ്യിപ്പിക്കുമെന്ന് പറയുന്ന വാചകങ്ങൾ മാലപ്പാട്ടിൽ, ഖുതുബിയത്തിൽ നമ്മൾ കാണുകയാണ്. എന്നാൽ മക്കയിലുള്ള മുശ്രിക്കുകളോട് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും വിളിച്ചാരാധിച്ചിരുന്ന മക്കയിലുള്ള മുശ്രിക്കുകളോട് ആരാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്നവരോട് ചോദിച്ചാൽ ആരാണടാ ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്നതെന്ന് അബൂജഹലിനോട്, ഉത്ബയോട്, ശൈബയോട് ചോദിച്ചാൽ അവർ പറയുന്ന അല്ലാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നതെന്ന് മക്കയിലെ മുശ്രിക്കുകൾ പോലും പറയും. എന്നാൽ മാലക്കാരൻ പറയുന്നു, ഖുതുബിയത്തെഴുതിയ, മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ഖുതുബിയത്തെഴുതിയ, മാല എഴുതിയ മുസ്ലിയാർ പറയുന്നു അല്ലാഹ് മാത്രമല്ല, അള്ളാന്റെതല്ല ആ പണി, അത് പെയ്യിപ്പിക്കുന്ന മുഹീദ്ദീൻ ശൈഖാൻ. വിശ്വാസികളെ, 5 നേരം നമസ്കരിക്കുന്ന മുസ്ലിമീങ്ങളെ, വിശുദ്ധ ഖുർആനിനെ പിൻപറ്റുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരം വിശുദ്ധ ഖുർആനിന് ഘടകവിരുദ്ധമായ മാലകളും മൗലീദുകളും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ നിങ്ങൾക്കുണ്ടാവണം. ആവലാദികൾ പറയാൻ, വേവലാദികൾ പറയാൻ, ജാറങ്ങളിലേക്ക്, മക്ബറകളിലേക്ക് സിയാറത്ത് നടത്തുന്ന സഹോദരി സഹോദരന്മാരെ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല രൂപത്തിലുള്ള ആവലാദികളാണ്, പല രൂപത്തിലുള്ള വേവലാദികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകൾ സജീവമായി പറയാറുള്ളത്. ഈ അടുത്ത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ വളരെ ഒരു അറിയിപ്പ്, KL 55 AJ 9648 എന്ന വാഹനം മാറ്റിക്കൊടുക്കാൻ വേണ്ടി സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ തിരൂരിൽ പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട് യാഹൂ തങ്ങളുടെ നേർച്ച, ആ നേർച്ചയുടെ മദ്ഹ് നമ്മൾ കേട്ടു. ഒരാനയെ കൊണ്ടുവന്ന ആനയിടഞ്ഞ് ഒരു നിരപരാധിയായ മനുഷ്യൻ മരണപ്പെട്ടു. 28ഓളം ആളുകൾക്ക് പരിക്കുപറ്റി. ഇന്ന് ഹോസ്പിറ്റലിലാണ്. യാഹൂ എന്ന് പറയുന്ന പേരെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അബ്ദുൽ ഖാദർ എന്നാണ് മൂപ്പരെ പേര്. പിന്നെ എങ്ങനെ അബ്ദുൽ ഖാദർ യാഹുവായി എന്ന് ചോദിച്ചാൽ മൂപ്പര് ചെല്ലിയിരുന്ന ദിക്ർ യാഹൂ എന്നാണ്. യാഹൂ എന്ന് ദിക്ർ ചെല്ലിയത് കൊണ്ട് മൂപ്പര് യാഹൂ തങ്ങളായി. അങ്ങനെ ഇന്ന് പലതിനും ഷോർട്ട് ഫോമാണ്. ഒരാള് ഈ അടുത്ത് പറഞ്ഞത് AP, ഇംഗ്ലീഷിൽ AP എന്നെഴുതിയാൽ അത് അന്ത്യപ്രവാചകൻ എന്നതിൻ്റെ ഷോർട്ടാണ് ഇതാണ്. ആ രൂപത്തിൽ പോലും പ്രസംഗിക്കുന്ന, പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർ, യാഹൂ തങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആ BP അങ്ങാടിയിൽ, പുതിയങ്ങാടിയിലെ കാണിക്ക വസ്തു, അവിടെ നേർച്ച വസ്തു പഴക്കുലയാണ്. പ്രത്യേക പഴക്കുലകളാണ് അവിടെ സമർപ്പിക്കാറുള്ളത്. ഇനി മാത്രമല്ല, അതിലും അത്ഭുതപ്പെടുത്തുന്ന വിഷയം, ഈ യാഹൂ തങ്ങൾക്ക് 2 ജാറമാണ്. ലോകത്തൊരു മനുഷ്യന് 2 ജാറമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. 2 ജാറം.
എന്നിട്ട് കറാമത്ത് പറയാൻ 6 മാസം അവിടെ കിടക്കും, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ 6 മാസം ഇവിടെ, 2 സ്ഥലത്തും ഉറൂസ്, 2 സ്ഥലത്തും നേർച്ച, 2 സ്ഥലത്തും മാലമൗലീദുകൾ, 2 സ്ഥലത്തും കച്ചവട സമുച്ചയമായി അതിന്ന് ഇവിടെ ഉയർന്നു നിൽക്കുകയാണ്. ആനക്കെന്താ കുഴപ്പം, ചണ്ടക്കെന്താ കുഴപ്പം എന്ന് പ്രസംഗിക്കുന്ന പുരോഹിതന്മാർ ഇതിന് കൊടിപിടിക്കാനായി നമ്മുടെ നാട്ടിൽ സജീവമാണ്. ആബലാദികൾ വേവലാദികൾ പറയാൻ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പല ആളുകളും പോവുകയാണ്. ഇതേ രൂപത്തിൽ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലായി കേരളത്തിൽ ചർച്ചയായതാണ് സമാധിയുമായി ബന്ധപ്പെട്ട വിഷയം. സമാധി, ഗോപൻ സ്വാമി സമാധിയായി എന്ന വാർത്ത നമ്മളൊക്കെ കേട്ടതാണ്. അത് അവരുടെ വിശ്വാസമൊക്കെ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ കൈകടത്തുന്നില്ല. ഇതേ രൂപത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരു ഔലിയാന്റെ കറാമത്ത് ഇത്തരം ആളുകൾ പറയുന്നത് ഹയാത്തുൽ മുഅ്മിനീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മൂപ്പര് കണ്ണൂർ യമനിൽ വന്നൊരു മനുഷ്യനാണ്. യമനിൽ നിന്ന് വന്ന് കണ്ണൂരിലൊരു പ്രദേശത്തെ അദ്ദേഹം പോയി തൻ്റെ മുരീദന്മാരോട്, തൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഞാൻ ഖബറിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ ഖബർ മൂടണം. ഗോപൻ സ്വാമി താൻ ഇരുന്ന ആ സ്ഥലം മൂടാൻ പറഞ്ഞ പോലെ ഇയാൾ പറയാണ്, ഞാൻ ഇരുന്ന ഈ ഖബർ നിങ്ങൾ മൂടിക്കളയണം, എന്നിട്ട് 40 ദിവസത്തിന് ശേഷം നിങ്ങൾ തുറന്നു നോക്കണം. അങ്ങനെ 40 ദിവസത്തിന് ശേഷം തുറന്നു. അപ്പൊ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഖബറിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഈ രൂപത്തിൽ സമാധിയായ ജാറത്തിന്റെ കഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ രൂപത്തിൽ അതിനെ വിറ്റു കാശാക്കുന്നവർ, സാമ്പത്തിക ചൂഷണത്തിന്റെ മേഖലയായി പ്രഥമ കേന്ദ്രമായി അതിനെ വിശദീകരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതേ രൂപത്തിൽ ഈ നാട്ടിൽ അടുത്ത പ്രദേശത്ത് കുറ്റിപ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു ജാറം, ഞാൻ ഇങ്ങനെ വന്നപ്പോ അതിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചു. ആ ജാറത്തിലുള്ള ഷെയ്ഖിന്റെ പേരെന്താന്ന് കിട്ടാൻ സകല അവരുടെ പുസ്തകങ്ങളും ഉടഞ്ഞും തെരഞ്ഞും വായിച്ചു നോക്കി. എന്നാൽ ആ ജാറത്തിലുള്ള ആളുകളുടെ പേര് ആർക്കും അറിയില്ല. എങ്ങനെ ആ ജാറമുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കുറ്റിപ്പറമ്പിൽ എന്ന് പറയുന്ന ഈ അടുത്ത പ്രദേശം, അവിടെ ഉണ്ടായിരുന്ന ഉമർ ഹാജിയും കുടുംബവും, ഉമർ ഹാജിക്കും കുടുംബത്തിനും വളരെ ശക്തമായ പ്രയാസം, രോഗം, ബുദ്ധിമുട്ട്. അപ്പോ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു മഹാന്റെ അടുക്കൽ ഇവർ ചെന്നു. രോഗം മാറാൻ വേണ്ടി മഹാന്റെ അടുക്കൽ ചെന്നു. ഇപ്പൊ അങ്ങനെയാണ്, നമ്മളിങ്ങനെ പരിശോധിച്ചാൽ മൂത്രത്തിൽ കല്ലുമാറാൻ പ്രത്യേക ജാറമുണ്ട്, കണ്ണിന്റെ രോഗം മാറാൻ പ്രത്യേക ജാറമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അപ്പവാണിപ നേർച്ച എന്ന് പറയുന്ന ഒരു നേർച്ച നമുക്ക് കാണാം. തലക്കാണ് വേദനയെങ്കിൽ തലയപ്പം, കയ്യിനാണ് വേദനയെങ്കിൽ കയ്യപ്പം, കണ്ണിനാണ് വേദനയെങ്കിൽ കണ്ണപ്പം, കാലിനാണ് വേദനയെങ്കിൽ കാലപ്പം. എല്ലാത്തിനും പ്രത്യേകം ഡോക്ടർമാർക്ക് ഫീസ് കൊടുക്കണ പോലെ ഫീസ് കൊടുത്ത് പരിശോധിക്കാൻ കഴിയുന്ന ജാറമുള്ള ഒരു നാട്ടിൽ ഈ രൂപത്തിൽ ഉമർ ഹാജിയും കുടുംബവും ആ നാട്ടിലെ ഒരു പ്രസിദ്ധന്റെ അടുക്ക പോയപ്പോൾ മൂപ്പര് പറഞ്ഞു പോലും, നിങ്ങൾ നിങ്ങളുടെ പറമ്പിന്റെ പടിഞ്ഞാറേ മൂല ഒന്ന് പ്രത്യേകം വളച്ചു കെട്ടണം, അപ്പൊ നിങ്ങളുടെ രോഗം മാറും. അങ്ങനെ അദ്ദേഹം അത് വളച്ചു കെട്ടി. അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു. ആ കെട്ട് അവിടെ തന്നെ ഉണ്ട്. ആളുകൾ ഇങ്ങനെ ആ കെട്ടിനെ ആദ്യം തുറിച്ചു നോക്കാൻ തുടങ്ങി. ഈ അടുത്ത പ്രദേശത്താണ്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ നാട്ടിലെ ഒരു ഖാദി, അവിടുത്തെ ഒരു മുസ്ലിയാർ, കമ്മ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ, ആ കെട്ടിയ കെട്ടിനുള്ളിൽ 7 മീസാൻ കല്ല് വരിവരിയായി വെച്ചു. 7 മീസാൻ കല്ല് വെച്ചു. അപ്പൊ ആൾക്കാർക്ക്, കുറെ ആളുകൾ അത് മഹാനാണ് എന്ന് വിശ്വസിക്കാൻ കൂടെ തുടങ്ങി. കുറെ ആളുകൾക്ക് സംശയമായി, അവിടെ മനുഷ്യന്മാർ വല്ലതും ഉണ്ടോ? ഒരു കെട്ട് ഉമറാജ് കെട്ടി, ഒരാൾ വന്ന് അവിടെ കല്ലും കുത്തി, ഇനി അവിടെ ആൾക്കാർ വല്ലതും ഉണ്ടോ എന്ന സംശയം ആൾക്കാർക്കിടയിൽ ഉണ്ടായി. ആ സന്ദർഭത്തിലാണ് ഈ സംശയം എങ്ങനെ നാട്ടിൽ വിശാലമായി ചർച്ചയായപ്പോഴാണ് ആലുവയിലുള്ള അബൂബക്കർ മുസ്ലിയാർ, ആലുവായി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ വന്ന്, എന്നിട്ട് അദ്ദേഹം ഒന്ന് സിയാറത്ത് നടത്തി. അദ്ദേഹം പറഞ്ഞു, ഈ 7 ആളുകളിൽ മഹാന്മാരുമുണ്ട് എന്ന് മൂപ്പര് പറഞ്ഞതോടുകൂടി അതൊരു സിയാറത്ത് കേന്ദ്രമായി മാറി. ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. മൂപ്പര് വന്ന് ആ സംശയം തീർത്തു കൊടുത്തു. നിങ്ങൾ ജാറായിക്കോളിയും വിറ്റ് കാശായിക്കോളിയും, അതിനുള്ള അനുവാദം കൊടുത്തു. ഇന്ന് കുറ്റിപ്പറമ്പിൽ ജാറം എന്ന പേരിൽ അവിടെ സിയാറത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ്. ഈ രൂപത്തിൽ ജാറങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത, മനുഷ്യനാണെന്ന് പോലും അറിയാത്ത ജാറങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിൽ അറിയപ്പെട്ട ജാറമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളി ജാറം. ഭീമാപ്പള്ളി ജാറം ഈ വർഷം ലേലത്തിന് പോയത് 7 കോടി 7 ലക്ഷം രൂപക്കാണ്. 7 കോടി 7 ലക്ഷം രൂപക്കാണ്. 7 കോടി 7 ലക്ഷം രൂപക്ക് ലേലത്തിന് പോയത് ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ല. 7 കോടി 7 ലക്ഷം രൂപക്ക് ലേലത്തിന് പോയത് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ല. 7 കോടി 7 ലക്ഷം രൂപക്ക് ലേലത്തിന് പോയത് ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ല. 7 കോടി 7 ലക്ഷം രൂപക്ക് ഒരു ഉമ്മയും മകനും മരണപ്പെട്ട് കിടക്കുന്ന ജാറം കേരളത്തിൽ ഒരു വിഭാഗം ലേലം വിളിച്ചെടുക്കുന്നുവെങ്കിൽ അതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന്
ബുദ്ധി പണയം വെക്കാത്ത വിശ്വാസികളെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ മഹദിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ പനി ബാധിച്ച് പ്രയാസപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയത്ത്, ലഅനല്ലാഹു യഹൂദ വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത നസ്രാനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കാനുള്ള കാരണം ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയതാണ്. റസൂലുള്ളാഹി മിമ്പറിൽ കയറി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റല്ല റബ്ബേ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവ കേന്ദ്രമാക്കി മാറ്റല്ലേ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകന്റെ പ്രാർത്ഥന സ്വീകരിച്ച് 1350 കൊല്ലമായി ഒരു മനുഷ്യനും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ മക്കത്ത് മദീനത്തെ ആയിഷ ബീവിയുടെ വീട്ടിൽ 5 കെട്ടിനുള്ളിൽ ഒന്ന് പച്ച പുതക്കാൻ കഴിയാതെ, നിലവിളക്ക് കത്തിക്കാൻ കഴിയാതെ, തൊട്ടുമുത്താൻ കഴിയാതെ, ഒന്ന് കാണാൻ പോലും കഴിയാത്ത രൂപത്തിൽ അല്ലാഹുവിന്റെ ഖബർ അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം ജാറ സംസ്കാരങ്ങളെ പൂർണ്ണമായി ശക്തമായ രൂപത്തിൽ എതിർത്ത പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിലാണ് ഇന്ന് ജാറ കച്ചവടം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക, മനസ്സിലാക്കുക, തൗഹീദിൽ അടിയുറച്ചു നിൽക്കുക. റബ്ബ് സ്വീകരിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നമ്മുടെ ഈ